എല്ലാം പെട്ടെന്നാണ് നടക്കുന്നത്. ശരവേഗത്തിൽ കാര്യങ്ങൾ നീക്കാൻ കേന്ദ്ര സർക്കാർ ധൃതി പിടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ നെട്ടോട്ടം എന്നതാണ് ഇനി കാണാനുള്ളത്. മരണത്തെക്കാൾ വേഗത്തിലായിരുന്നു ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖറിന്റെ രാജി. അതിനും വേഗത്തിലായിരുന്നു രാഷ്ട്രപതി രാജി അംഗീകരിച്ചത്. ഇപ്പോഴിതാ ഓഫീസ് ഉദ്യോഗസ്ഥരുടെ മാതൃകേടറിലേക്കുള്ള യാത്രയും വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അതിലും ചില ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. പെട്ടെന്നുള്ള ഈ മാറ്റങ്ങൾ എന്തോ കരുതിക്കൂട്ടി മനസ്സിൽ ഉറപ്പിച്ചതാണ് എന്നതിൽ സംശയമേ ഇല്ല. നിലവിൽ ഓഫീസിൽ വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളതെന്നും അവരും മാതൃകേഡറിലേക്ക് മടങ്ങാനുള്ള നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. ഉപരാഷ്ട്രപതിക്കായി പുതിയതായി നിർമ്മിച്ച ഓഫീസിന്റെ ഒരു ഭാഗം പൂട്ടിയതായിട്ടാണ് വിവരം. ധൻഖറിന്റെ സെക്രട്ടറി, പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി, പ്രത്യേക ചുമതല ഉദ്യോഗസ്ഥൻ എന്നിങ്ങനെ 3 IAS ഉദ്യോഗസ്ഥരും ഓഫീസ് വിട്ടവരുടെ പട്ടികയിലുണ്ട്. വിരമിച്ച ശേഷം ധൻഖറിന് പേഴ്സണൽ സ്റ്റാഫുകളുടെ 5 അംഗ സംഘത്തെയും ടൈപ്പ് 8 ബംഗ്ലാവോ അല്ലെങ്കിൽ അതിന് സമാനമായ വസതിയോ അനുവദിക്കും. നിലവിൽ ധൻഖറിന് ഓഫീസ് വിടാനായിട്ട് 1 മാസം കാലാവധിയാണ് നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് രാജി നൽകിയതിനു ശേഷമാണ് ധൻഖർ തന്റെ ഓഫീസ് വിടാനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. ഭരണഘടന പ്രധാനമായ സ്ഥാനം വഹിക്കുന്നവർ സ്ഥാനമൊഴിയുമ്പോൾ ഓഫീസ് ഉദ്യോഗസ്ഥർ മാതൃകേഡറിലേക്ക് പോകുന്നത് സാധാരണമാണെങ്കിലും വേഗത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ പിൻവാങ്ങൽ ധൻഖറും സർക്കാരും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുടെ വാർത്തകളെ ശക്തിപ്പെടുത്തുന്നതാണ്. ജൂലൈ 21-നാണ് ജഗദീപ് ധൻഖർ രാജിവെച്ചത്. അപ്രതീക്ഷിതമായിരുന്നു രാജി പ്രഖ്യാപനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A പ്രകാരം ഞാൻ രാജിവെക്കുന്നു. ഇതുവരെ നൽകിയ പിന്തുണയ്ക്ക് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുഴുവൻ പാർലമെന്റ് അംഗങ്ങൾക്കും നന്ദി പറയുന്നു. ആരോഗ്യം അനുവദിക്കാത്തതിനാൽ മാറി നിൽക്കുന്നു എന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അയച്ച രാജിക്കത്തിൽ ധൻഖർ പറഞ്ഞത്. അതേസമയം പുതിയ ഉപരാഷ്ട്രപതി BJP-യിൽ നിന്നുമാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ്. മുതിർന്ന BJP നേതാക്കളെയാണ് പരിഗണിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഉപരാഷ്ട്രപതി നിയമനവുമായി ബന്ധപ്പെട്ട് BJP ഇതര പാർട്ടികളിൽ നിന്നും ഉയർന്ന പേരുകൾ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ജഗദീപ് ധൻഖറിന്റെ പെട്ടെന്നുള്ള രാജിയെ തുടർന്ന് ഉപരാഷ്ട്രപതിയായി JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ, ശശി തരൂർ MP അടക്കമുള്ളവരുടെ പേരുകൾ പരിഗണിക്കുന്നതായിട്ട് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ അഭ്യൂഹങ്ങൾ തള്ളിക്കളയുകയാണ് പാർട്ടി വൃത്തങ്ങൾ. എപ്പോഴും ക്രൂക്കഡ് രാഷ്ട്രീയം കളിക്കുന്ന BJP മുന്നും പിന്നും ഓർക്കാതെയായിരുന്നു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ കൊണ്ട് രാജി വെപ്പിച്ചത്. വെറും 5 മണിക്കൂറിനെടുത്ത തീരുമാനം പ്രതിപക്ഷത്തെ പോലും ഞെട്ടിച്ചു. സഭയിൽ കേന്ദ്രമന്ത്രിമാരുടെ കടന്നാക്രമണവും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അടച്ചിട്ട മുറിയിലെ യോഗവും രാത്രി വൈകിയുള്ള കേന്ദ്രമന്ത്രിയുടെ ഫോൺ കോളും എല്ലാം ചെന്ന് നിൽക്കുന്നത് BJP പല പ്ലാനും ഇതിനു വേണ്ടി നടത്തി എന്നതാണ്. ഇപ്പോഴിതാ മോദിയും അതിലുണ്ടായിരുന്നു എന്ന കാര്യവും പുറത്തു വന്നിട്ടുണ്ട്. മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരുടെ സമ്മർദ്ദമാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ 2027 ഓഗസ്റ്റിൽ കാലാവധി പൂർത്തിയാക്കി ഞാൻ ഈ സ്ഥാനത്ത് നിന്നും വിരമിക്കുമെന്ന് 12 ദിവസം മുൻപ് JNUവിൽ നടന്ന ഒരു പരിപാടിയിൽ ജഗദീപ് ധൻഖർ പറഞ്ഞിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത്. രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിൽ ധൻഖറിന്റെ അവസാന സെക്ഷൻ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു അപ്രതീക്ഷിതമായ രാജി പ്രഖ്യാപനവും.